ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്തേ ഒരു വീഡിയോ അല്ല, ഒരുപാട് വീഡിയോകൾ എൻ്റെ ഇങ്ങനെ മനസ്സിൽ ഉടക്കി ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പം ഒരുപാട് പേരെടുത്ത് റിയാക്ഷൻ ചെയ്തിരിക്കുന്നു, ഒരു സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എനിക്കറിയില്ല, അവർക്കെതിരെ പറഞ്ഞിരിക്കുന്നു, അല്ലെ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു, അവരെ ചീത്ത വളരെ വൾഗറായിട്ട് സംസാരിക്കുന്നു, വളരെ വൾഗറായിട്ട് കമൻ്റ് ഇട്ടിരിക്കുന്നു. ഇതെല്ലാം നോക്കി ഒരുപാട് നാളുകളായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് രേണുസുധിയെക്കുറിച്ചാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് രേണുസുധിയുടെ ഹസ്ബൻഡ് സുധിച്ചേട്ടൻ മരണപ്പെടുന്നു. അതിനുശേഷം ആ സ്ത്രീ എന്തൊക്കെ അനുഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു വീഡിയോയിൽ കാണുന്നതല്ലാതെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് പേര് അവരുടെ കൂടത്തിൽ ജീവിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. എനിക്ക് വളരെ വിഷമം തോന്നി. ഇത്രയും കാലമായിട്ട് ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ മാത്രം ഇങ്ങനെ തേടി പിടിച്ച് അതിൻ്റെ പുറകെ വീഡിയോ ചെയ്ത് നടന്ന് അതിനെ ആവശ്യമില്ലാതെ ചീത്ത പറയുന്നു, കമൻ്റ് ഇടുന്നു. ചില കമൻറ്റുകളൊക്കെ ഒരു മനുഷ്യ സ്ത്രീയും ഇന്ന് സഹിക്കുകയില്ലാത്ത കമൻറ്റുകളാണ്. നമുക്കറിയില്ല അതിനുള്ളിലെ ചേതോവികാരം എന്താണെന്ന്. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു ഇതാണ്, ആ രേണുസുധിയുടെ മുഖത്തിനെ അല്ലെങ്കിൽ ചുണ്ടിനെ, ഫേസ് കട്ടിനെ, പല്ലിമോന്ത, പല്ലിത്തല, നിങ്ങൾക്കിതിനൊക്കെ അധികാരം തന്നിരിക്കുന്നത് ആരാണ്? നിങ്ങളുടെ ഫേസ് കട്ട് നിങ്ങളാണോ സൃഷ്ടിച്ചെടുത്തത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണോ നിങ്ങൾക്ക് ഫേസ് കട്ട് കിട്ടിയിരിക്കുന്നത്? രേണുസുധി ഒരിക്കലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഫേസ് കട്ടല്ല അത് ദൈവം രേണുസുധിയെ സൃഷ്ടിച്ച സമയത്ത് കൊടുത്ത ഫേസ് കട്ടാണ്, അല്ലെങ്കിൽ രേണുസുധി പിറന്ന സമയത്ത് ഉണ്ടായിരുന്ന ഫേസ് കട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണോ നിങ്ങളുടെ കയ്യും കാലും വളർന്നു വന്നിരിക്കുന്നത്? അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണോ നിങ്ങളുടെ കണ്ണും ചുണ്ടും മൂക്കും വായും എല്ലാം വളർന്നിരിക്കുന്നത്? അല്ലല്ലോ. ഇത് ആരാണ്? ഒരു മനുഷ്യനെ വിധിക്കാൻ ആർക്കും അവകാശമില്ല, അല്ലെങ്കിൽ ബോഡി ഷേമിങ് ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഇപ്പം റീസെൻ്റായിട്ട് രേണുസുധിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഒരുപാട് ബ്ലോഗർമാരിട്ടിരിക്കുന്നത് കണ്ടു. അത് സത്യമാണോ നുണയാണോ അല്ലെങ്കിൽ ആരെങ്കിലും കള്ളപ്രചരണം നടത്തുന്നതാണോ ഇതൊന്നും അറിയാതെ അതിനെതിരെയും അതിനെ സപ്പോർട്ട് പിടിച്ചും ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നു. അല്പം ക്ഷമിക്കാൻ ആർക്കും പറ്റുന്നില്ല. അല്പം ക്ഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുധി തന്നെ ഉള്ള കാര്യങ്ങൾ വന്ന് പറയും, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണേലും അവർ പറയും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന ഈ മലയാളികളാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കകത്ത് അനാവശ്യമായിട്ട് തലയിട്ട് അവരുടെ ജീവിതം നശിപ്പിച്ച് കഴിയുമ്പോൾ എന്ത് സുഖമാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ വീടുകളിൽ ഇഷ്ടംപോലെ കാര്യങ്ങളില്ലേ? നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളില്ലേ? നമ്മുടെ മക്കളുടെ കാര്യങ്ങളില്ലേ? അല്ലെങ്കിൽ മക്കളില്ലാത്തവരാണെങ്കിൽ അവരുടെ പേരൻസിൻ്റെ കാര്യങ്ങളില്ലേ? അവരില്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് പഠിക്കുന്നതോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതോ ആ കാര്യങ്ങളില്ലേ? എന്തിനാണ് ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത്? എനിക്ക് ഒരുപാട് വിഷമം വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. വേറെ തട്ടിക്കൊണ്ട് പോകൽ നടക്കുന്നുണ്ട്, മോഷണങ്ങൾ നടക്കുന്നുണ്ട്, കൊലകൾ നടക്കുന്നുണ്ട്, പീഡിപ്പിക്കൽ നടക്കുന്നുണ്ട്, ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെ ക്രിമിനൽ കേസുകൾ. ഇപ്പോൾ കോളേജുകളിലും സ്കൂളുകളിലുമായിട്ട് എന്തേരം റാഗിയായിട്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള ക്രിമിനൽ കേസുകൾ നടക്കുന്നുണ്ട്, മയക്കുമരുന്ന് കേസുകൾ നടക്കുന്നുണ്ട്, ആണുങ്ങൾക്കെതിരെയും പെണ്ണുങ്ങൾക്കെതിരെയും ഒരുപാട് ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും ആരുടെ സംസാര വിഷയമല്ല. രേണുസുധി എന്ത് ചെയ്യുന്നു? അതാണ് കേരളത്തിലെ വലിയ സംസാര വിഷയം. ഇത്രമാത്രം അധപതിച്ചു പോയോ ജനങ്ങൾ? ഇത്രമാത്രം അധപതിച്ചു പോയോ മലയാളികൾ? എന്തിനാണ് ആ സ്ത്രീ ജീവിക്കാൻ വേണ്ടി ആ സ്ത്രീ എന്തെങ്കിലും ചെയ്യുന്നു? നിങ്ങളോട് ആരോടെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ടോ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് ഇത്ര പൈസ വേണം, അല്ലെങ്കിൽ എനിക്ക് അരി മേടിക്കാൻ ഇത്ര പൈസ വേണം, എൻ്റെ റിതപ്പനെയും കിച്ചുവിനെ നോക്കാൻ ഇത്ര പൈസ വേണം, എൻ്റെ വീട്ടുകാരെ നോക്കാൻ എനിക്ക് ഇത്ര പൈസ വേണം, അല്ലെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ വേണം എന്നും പറഞ്ഞുകൊണ്ട് ആരുടെയെങ്കിലും അടുത്തോട്ട് ആ സ്ത്രീ വരുന്നുണ്ടോ? ആ സ്ത്രീക്ക് അറിയാവുന്ന ജോലി ചെയ്ത് ആ സ്ത്രീ ജീവിക്കുന്നു. എന്തിനാണ് ആ സ്ത്രീയെ ഇങ്ങനെ കൂട്ടം കൂടി അല്ലെങ്കിൽ ആളുകൾ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ആ സ്ത്രീയെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? ഇതിനൊന്നും കേസില്ലേ ഇന്നത്തെ കാലത്ത്?
ഇതൊന്നും നിയമത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ലേ? ആർക്കാണ് ഇഷ്ടപ്പെടുക? ഈ പറയുന്ന വ്യക്തികളെ, നിങ്ങൾ ഓരോരുത്തരെയും, ഈ പറയുന്ന ഓരോ വ്യക്തികളെയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യില്ലേ? ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീയുടെ ക്ഷമയെ നമ്മൾ സമ്മതിക്കണം. കാരണം ഇത്രമാത്രം പറഞ്ഞിട്ടും ആ സ്ത്രീ അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. ആ സ്ത്രീയുടെ കാര്യങ്ങളുമായിട്ട്, പിന്നെ ജീവിതവുമായിട്ട്, അല്ലെ ഷൂട്ടായിട്ട്, ഉദ്ഘാടനങ്ങളായിട്ട് ആ സ്ത്രീ പോകുകയാണ്. കാരണം ആ മനുഷ്യത്തേക്ക് ജീവിക്കണം. എന്ത് കാരണം കൊണ്ടാണ് ഒരാളെ തന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? അതും ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ. എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ആ സ്ത്രീ കരഞ്ഞൊരു മൂലയിൽ ഇരിക്കണമെന്നാണോ ഇന്നത്തെ മലയാളികൾ ആഗ്രഹിക്കുന്നത്? ആ സ്ത്രീക്ക് ജീവിക്കണ്ടേ? കുട്ടികളില്ലേ? പേരൻസ് ഇല്ലേ? ഇപ്പം ചേച്ചി ഉണ്ടെന്ന് പറയുന്നു. ചേച്ചിയും എന്തേരോന്നും പറഞ്ഞ് ചേച്ചി സഹായിക്കും. കാരണം രേണുസുതിക്കും മക്കളുണ്ട്, രേണുസുതിക്ക് ചിലവുകളുണ്ട്, ചേച്ചിയുണ്ട്, വയ്യാത്ത പേരൻസ് ആണുള്ളത്. അവർക്ക് എന്തേരം രേണുസുതിയെ സഹായിക്കാൻ പറ്റും? ദിനം പ്രതി ഓരോ സാധനങ്ങളുടെയും അല്ലെ ഓരോ കാര്യങ്ങളുടെയും ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എത്രമാത്രം സഹായിക്കാൻ പറ്റും? നമുക്ക് എത്രമാത്രം ഒരു വ്യക്തിയെ അവരുടെ ജീവിതത്തിൽ കയറി എത്രമാത്രം സഹായിക്കാൻ പറ്റും? 1 രൂപ കൊടുത്തു പോലും, അല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് പോലും കൊടുക്കാത്ത വ്യക്തികളാണ് ഈ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാനും വൈറലാകാനും വേണ്ടി ഒരു സ്ത്രീയെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിക്ക് ക്യാൻസർ ആണെന്ന് ഇപ്പം റീസെൻ്റായിട്ട് വന്ന് ആ വ്യക്തി തന്നെ വീഡിയോയിൽ പറയുകയുണ്ടായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നമുക്കൊരു പനി വന്നാൽ, അല്ലെ നമുക്കൊരു ചുമ വന്നാൽ, ഒരു ജലദോഷം വന്നാൽ, ഒരു ശ്വാസം മുട്ടൽ വന്നാൽ, ഒരു വയ്യാഴിക എന്തെങ്കിലും വന്നാൽ നമ്മളുടെ അവസ്ഥ എന്താകും? ക്യാൻസറായി 3rd സ്റ്റേജ് കഴിയാറായി എന്ന് ആ വ്യക്തി പറയുമ്പോൾ എൻ്റെ കണ്ണിൽ അറിയാതെ കണ്ണുനീര് വന്നു. കാരണം എന്താൽ എൻ്റെ പപ്പയ്ക്ക് ക്യാൻസറായിട്ട് മരിച്ചയാളാണ്. നമുക്കതിൻ്റെ വേദന എന്താ, വിഷമം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഒരിക്കലും ആരെയും നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള അധികാരമില്ല. നമ്മുടെ മക്കളാണെങ്കിൽ നമുക്ക് ഉപദേശിക്കാം, പറഞ്ഞു കൊടുക്കാം, കാര്യങ്ങൾ തിരുത്താം. അതിനപ്പുറത്തേക്ക് ആരെയും നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള അവകാശമില്ല. ആരെയും നമുക്ക് വിധിക്കാനുള്ള അവകാശമില്ല. ആരെയും കുറ്റപ്പെടുത്താനുള്ള അവകാശമില്ല. നമ്മൾ അഭിപ്രായം പറയുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് ഒരുപാട് പേര് പറയുന്നത് കേട്ടു. അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ, ആരോടാണേലും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അവരെ മാനിച്ചുകൊണ്ടായിരിക്കണം, അവരുടെ മെൻ്റൽ ഹെൽത്തിനെ മാനിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളായിരിക്കണം നമ്മൾ പറയുന്നത്. അല്ലാതെ പ്രാകുകയോ ഭീഷണിപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ശപിക്കുകയോ ചെയ്തുകൊണ്ടല്ല നമ്മൾ അഭിപ്രായം പറയേണ്ടത്. ആ വ്യക്തി എങ്ങനെയും ജീവിച്ചോട്ടെ. നമ്മുടെ വീട്ടിൽ ആരുടെ അടുത്തോട്ടും ആ വ്യക്തി വരുന്നില്ലല്ലോ, നമ്മുടെ വീടുകളിലോട്ട് വരുന്നില്ലല്ലോ, നമ്മളെ ഒരു തരത്തിലും ആ വ്യക്തി ബാധിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തിഹത്യ ചെയ്യുന്നത്? ജീവിക്കാൻ പെടാപ്പാട് പെടുന്ന ആ സ്ത്രീ ഒറ്റയ്ക്കാണ് ജീവിക്കാൻ പെടാപ്പാട് പെടുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ 2 പേര് കഷ്ടപ്പെട്ടാൽ പോലും ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സ്ഥിതിയിൽ ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോൾ എന്തിനാണ് നമ്മൾ അവരെ മാനസികമായിട്ട് ബോഡി ഷെയ്മിങ് ആയിട്ടും മെൻ്റലി ഫിസിക്കലി ആ വ്യക്തിക്ക് എന്തേരം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു കാണും? ഇത് ആരോടെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആരും ചിന്തിക്കില്ല. പിന്നെ കുറേ പേര് പറയുന്നത് കേട്ടു, നേരത്തെ സുധിച്ചേട്ടനുണ്ടായിരുന്ന സമയത്ത് രേണു പുറത്തിറങ്ങാറില്ലായിരുന്നു, മോഡേൺ ഡ്രസ്സുകൾ ധരിക്കാറില്ലായിരുന്നു, അല്ലെങ്കിൽ ഷൂട്ടുകൾക്ക് പോകാറില്ലായിരുന്നു എന്നൊക്കെ. സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുന്നത്. അതാദ്യമേ ചിന്തിക്കണം. നിങ്ങൾ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളും നേരത്തെ ഇരുന്ന പോലെയാണോ ഇപ്പോൾ ജീവിക്കുന്നത്? അല്ല. സാഹചര്യങ്ങളാണ് ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അഹങ്കാരമല്ല, തല ഉയർത്തി ഒന്ന് സംസാരിക്കുന്നത് തൻ്റെ ഇടമല്ല. അത്രയെങ്കിലും, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യേ. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്.